ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കേട്ടോ സംഭവം. അപ്പോൾ എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കാണാം. എനിക്കാണെങ്കിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡാർക്ക് സ്പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അത് എന്താ പറയുക ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടും കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നിട്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൊറിയൻ സ്കിൻ കെയർ ആണ് ചെയ്യണേ. അപ്പോൾ നല്ല റിസൾട്ടും അതിൻ്റേതായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കണ്ടിന്യൂസ് ഒരു സ്കിൻ കെയർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെല്ലാതും നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് പറയണ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മണ്ടത്തരം ചെയ്തു പോയി. അതിനുശേഷം ഇപ്പോൾ സ്കിൻ ഇപ്പോൾ ഒന്ന് റിക്കവർ ആയിട്ടുള്ളൂ. അതാണ് ഞാൻ വേറെ എന്താ പറയുക ഈ സ്കിൻ കെയറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഇതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ വീഡിയോസൊന്നും സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇടാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണൊന്ന് റിക്കവർ ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എങ്ങനെയായിരുന്നു ഞാനൊരു കാര്യം ചെയ്തതിന് ശേഷം എങ്ങനെയായിരുന്നു എൻ്റെ ഞാൻ ഫേസ് ചെയ്ത കോൺസിക്വൻസസും കാര്യങ്ങളും എങ്ങനെ എൻ്റെ ഫേസ് ഇങ്ങനെയായിരുന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ സ്കിൻ കെയർ ഓവറായാലും പ്രശ്നമുണ്ടോ. അപ്പം ഞാനിങ്ങനെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫേസ് ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫേസ് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഉള്ള പോലെ, അതായത് ഒരു ചെറിയൊരു ബ്ലാക്ക് ഹെഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ചെറിയൊരു 2-3 ബ്ലാക്ക് ഹെഡ്. അത് പുറത്തേക്കൊന്നും വന്നിട്ടില്ല, ഉള്ളിൽ തന്നെ ആയിട്ടായിരുന്നു ഇരിക്കേണ്ടായിരുന്നത്. അപ്പം ഞാൻ ഭയങ്കര വലിയ ആളാ വിചാരിച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടേ മുതൽ ഈ സംഭവം ഞാൻ യൂസ് ആക്കാറുള്ളതാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മളുടെ ഈ ബ്ലാക്ക് ഹെഡ് റിമൂവ് പൊണ്ണു എന്താ ചെയ്യണേ കളിച്ചോ. അപ്പൊ വേറെ ഒന്നുമല്ല, ബ്ലാക്ക് ഹെഡ് റിമൂവർ ആട്ടോ. ഞാൻ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് സംഭവം. അപ്പോൾ ഞാനാണെങ്കിൽ വലിയ പ്രൊഫഷണൽ ആയിട്ടൊരു കാര്യം ചെയ്തതാണ്. എന്നിട്ടാണ് ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഇതായേ. അപ്പോൾ ഇതാട്ടോ ബ്ലാക്ക് ഹെഡ് റിമൂവർ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബ്ലാക്ക് ഹെഡ്സും പിന്നെ വൈറ്റ് ഹെഡ്സും അതൊക്കെ റിമൂവ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ മുന്നൊന്നും ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് സിവിയറായിട്ട് ആക്നെയും അതുപോലെ തന്നെ ആ ആക്നെ ഒരു ഡാർക്ക് സ്പോട്ടായിട്ട് വളരെ വൃത്തികേടായിട്ട് വന്നു. സംഭവം കാട്ടിത്തരം ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഞാൻ പിക്സൊക്കെ ഇടണേൽ കാണാം. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് ബ്ലാക്ക് ഹെഡ് അല്ല ഡാർക്ക് സ്പോട്ട്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. അതൊക്കെ ഫേഡ് ഔട്ട് ആയിട്ട് ഇപ്പം ഇതിങ്ങനെയാണ്. ഈ ബ്ലാക്ക് ഹെഡ് ഞാൻ വരുത്തി വെച്ചതാണ്. അതുപോലെ തന്നെ ഇതും ഞാൻ വരുത്തി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ബ്ലാക്ക് ഹെഡ് റിമൂവർ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിച്ചപ്പോൾ ആണെങ്കിൽ ഈ ബ്ലാക്ക് ഹെഡ് പുറത്ത് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഇങ്ങനെ ചെയ്തിട്ട് ആ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കിൻ കുറച്ച് ഇതായി, എന്താ പറയുക ഇങ്ങനെ ഞാൻ പറയാ, സ്കിൻ കുറച്ച് മുറിഞ്ഞു എന്നല്ല പറയാ, കുറച്ച് മുറിഞ്ഞു പോയി അങ്ങനെ. അപ്പോൾ എന്താ പറയുക കുറച്ച് ബ്ലഡൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അപ്പുറത്തൊരു ചെറിയ നിൽക്കുന്ന സമയത്ത് എന്നിട്ട് ഞാൻ വിട്ടില്ല, അത് ഞാൻ ഇങ്ങനെ ചുരണ്ടി അതും ഒരു ഇതായി. പിന്നെ ഇവിടും ചെയ്തു. അപ്പം ഈ 2 എണ്ണം ചെയ്തത് അധികം അപ്പോൾ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണെങ്കിൽ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഇതല്ലേ, അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ ഇത് മാറും വിചാരിച്ചിട്ട് ഞാനായിരുന്നു. പിന്നെ ഒരാഴ്ച ഇതും മാത്രം ഓർമ്മയുള്ളൂ. ഇതൊരു വലിയൊരു പിമ്പിളായിട്ടും ഇതും അതെ ഇത് വലുതായിട്ടില്ല. ഈ വലിയ കാണണ ഈ ബ്ലാക്ക് സ്പോട്ട് ഒരു വലിയൊരു പിമ്പിളായിട്ട് അതിൽ ഫുള്ള് പസ്സുമായി, ഇപ്പുറത്ത് പിമ്പിളായി, ഇവിടും പിമ്പിളായി, ഇവിടൊക്കെ ഇത്തിരി സ്പ്രെഡായ പോലെ ഫുൾ പിമ്പിൾസ് വന്ന പോലെ. അപ്പോൾ ഈ മെരേക്കിരിക്കണ്ടായിരുന്ന സ്കിൻ ഒരാവശ്യമില്ലാണ്ട് വെറുതെ എന്താ പറയുക വലിയ ഇതാക്കിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ചെയ്തിട്ട് എന്താ പറയുക കുറേ ടൈം എടുത്തു അത് ഹീലാവാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്ലാക്ക് ഇതിനു മേലെ ഭയങ്കര ഡാർക്ക് സ്പോട്ടായിട്ടായിരുന്നു.
അപ്പം ഞാനിത് ഇങ്ങനെ യൂസ് ചെയ്യണം ഒരു ജസ്റ്റ് ഒന്നില്ലെങ്കിൽ പ്രൊഫഷണലായിട്ട്, അതായത് നമ്മൾ ബ്യൂട്ടി പാർലറിലോ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ബ്ലാക്ക് ഹെഡ് എന്താ പറയുക ക്ലീനപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പീൽ ഓഫ് ചെയ്യുക. അല്ലാണ്ട് വീട്ടിലിരുന്നിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്തിട്ട് ഉള്ളതിനെക്കാട്ടും മോശമായിട്ട് ഉള്ള രീതിയിലാവരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്നിട്ട് ഞാനിതിപ്പോൾ ഹീൽ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. അതാണ് കുറച്ച് നാൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഈ സ്കിൻ കെയറിനെ കുറിച്ചിട്ടൊന്നും ഇടാണ്ടിരുന്നത് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഒരു അടിപൊളി ജെല്ല് കിട്ടിയിട്ടുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഡെയിലി 3 times നമ്മൾ അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ അത് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറഞ്ഞതും കംപ്ലീറ്റ് ആയിട്ട് ഒരു തരി പോലും പിമ്പിളില്ലാണ്ട് പോയൊന്നുമില്ല. ഇത്തിരിയൊക്കെ ഉണ്ടാവില്ല പിമ്പിള്. ഇതിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ ഇവിടെ ഇപ്പോൾ പിമ്പിളൊക്കെ പോയി. ഇവിടെ ഒരു പിമ്പിളുണ്ട്, ഇവിടത്തെ ഒക്കെ പോയി. അപ്പോൾ അങ്ങനെ കേട്ടോ, അടിപൊളി ഒരു ജെല്ലാണ്. ഞാനത് മീൻസ് ജസ്റ്റ് ഇങ്ങനെ ആമസോണിൽ നോക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കണ്ടതാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് അത് യൂസ് ചെയ്തപ്പോഴാണെങ്കിൽ എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ബാക്കിയുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചേക്കാണ്. അപ്പോൾ ബാക്കിയുള്ള പുതിയ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മൾ പിമ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസോ അല്ലെങ്കിൽ നമ്മൾ ഡാർക്ക് സ്പോട്ട്സോ ഒക്കെ എന്തെങ്കിലും റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസിൽ നിന്ന് ഫോണിനോടെ കളിക്കാം കേട്ടോ ഫോൺ ഗൈസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആദ്യത്തെ കൺസേൺ നമ്മളുടെ ഈ പിമ്പിൾസ് മാറിയതിന് ശേഷം ആയിരിക്കണം നമ്മൾ ഈ ഡാർക്ക് സ്പോട്ടിനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ പിമ്പിൾസ് ഉള്ള സമയത്ത് നമ്മൾ ഈ ഡാർക്ക് സ്പോട്ടിൻ്റെയും കാര്യങ്ങളൊക്കെ ഡാർക്ക് സ്പോട്ട് അവനെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഈ പിമ്പിൾസ് ഉള്ള സമയത്ത് ഈ ഡാർക്ക് സ്പോട്ട് പോവാനുള്ള കാര്യങ്ങളും അതും ഇതും ഒന്നും തേച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായിട്ടോ. ഞാനാണെങ്കിൽ മുന്നേ വക പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നത് കേട്ടോ. ആദ്യം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിമ്പിൾ പോണേക്കാട്ടും മുന്നേ ഈ എന്താ പറയുക ഡാർക്ക് സ്പോട്ടും പോവാനുള്ള സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യലും കാര്യങ്ങളായിരുന്നു. അപ്പം എന്താ ഈ ഉള്ള പിമ്പിൾ പോകണമില്ല, പുതിയ പിമ്പിൾസ് വരാനും തുടങ്ങി, ഡാർക്ക് സ്പോട്ട് പോകണമില്ല. അപ്പം ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് കംപ്ലീറ്റ്ലി പോയതിന് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ബ്രൈറ്റനിങ് സിറമോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഡാർക്ക് സ്പോട്ട് സിറമോ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മാറ്റം വന്നു. അപ്പോൾ ഞാൻ ഈ പിമ്പിൾസൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇപ്പോഴത്തെ സ്കിൻ കെയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിളിനുള്ള ഒരു ജെല്ലുണ്ട്, അത് ഞാൻ 3 times അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു ഡാർക്ക് സ്പോട്ടിന് ഒരു ക്രീമുണ്ട്, അത് ആകെ ഇപ്പോൾ പിമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ്. അപ്പോൾ ഈ ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഈ പിമ്പിൾസ് അല്ലെങ്കിൽ ഈ ആ ക്രീം പിന്നെ വേറെ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡും ഒക്കെ റിമൂവ് ചെയ്യാൻ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാലിസൈക്ലിക് കണ്ടന്റുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. പക്ഷേ എനിക്കാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും അങ്ങനെ ഇല്ല, എനിക്ക് ആകെ ഈ പിമ്പിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ സംഭവം അടിപൊളിയാട്ടോ. പിന്നെ ഞാൻ ഈ ഡാർക്ക് സ്പോട്ട് ക്രീം ഈ എന്താ പറയുക യൂസ് ചെയ്യും ജസ്റ്റ് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ലാണ്ടായി. അപ്പോൾ ആകെ ഒരു ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാട്ടോ അത് പോയേ. ഇനി ഇതൊന്ന് മാറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാനും പിന്നെ പിമ്പിളിന് പോകാൻ വേണ്ടിയിട്ട് ഏത് ക്രീമാണ് യൂസ് ചെയ്തതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കൊറിയൻ സ്കിൻ കെയറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബ്രൈറ്റനിങ് സിറത്തിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും റിവ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഉള്ള പ്രൊഡക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാന്ന് വിചാരിക്കണു. അപ്പോൾ എൻ്റെ പോലെ എന്തെങ്കിലും മണ്ടത്തരം ഒപ്പിക്കാണ്ടിരിക്കുക. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ബൈ.